നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാടാ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ചോറിൽ മണ്ണ് വാരിയിട്ടത്? ഇപ്പോൾ കേൾക്കുന്ന ചോദ്യം അതാണ്. ഛത്തീസ്ഗഡ് സർക്കാരാണോ ഈ ജോർജിൻ്റെയും മോൻ്റെയും ചോറിൽ മണ്ണ് വാരിയിട്ടത്? കാരണം ഏത് നശിച്ച സമയത്താണോ ഈ ഛത്തീസ്ഗഡ് സർക്കാരിന് രണ്ട് പാവം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ തോന്നിയത്, അതോടുകൂടി ഏറെക്കുറെ PC ജോർജിൻ്റെയും മകൻ ഷോൺ ജോർജിൻ്റെയും BJPയിലെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നാണ് പലരും പറയുന്നത്. ഷോൺ ജോർജ് വരുന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കാൻ കച്ചകെട്ടുകയായിരുന്നു. പൂഞ്ഞാറിൽ നിന്ന് ഷോൺ ജോർജ് മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഷോൺ ജോർജിലൂടെ BJPക്ക് ആദ്യമായി ഒരു ക്രൈസ്തവ MLA കേരളത്തിൽ ലഭിക്കുമെന്ന വിശ്വാസവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം മുകളിൽ വെള്ളം കോരി ഒഴുക്കിയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരും അവരുടെ മതം മാറ്റ നിരോധന നിയമവും. ഇപ്പോൾ ക്രൈസ്തവ സഭകളെല്ലാം ഇടഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും BJP ഉയർത്തുന്ന ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെയും തങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് ക്രൈസ്തവ സഭകൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇതോടെയാണ് ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഷോൺ ജോർജ് പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഷോൺ ജോർജിൻ്റെ വിജയവും CPM കോൺഗ്രസും എല്ലാം പ്രതീക്ഷിച്ചതുമാണ്. എന്നാൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇങ്ങനെയൊരു വെള്ളിടി തരുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വലിയ തോതിലുള്ള പ്രക്ഷുബ്ധാവസ്ഥയാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കടുത്ത നിലപാടാണ് BJPക്കെതിരെ ക്രൈസ്തവ സഭകൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നത്. രാജീവ് ചന്ദ്രശേഖരനോടും ജോർജ് കുര്യനോടുമൊക്കെ വളരെ ഗൗരവമായി കടുത്ത ഭാഷയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ക്രൈസ്തവ സഭാ നേതൃത്വം നടത്തിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP ഇനി ക്രിസ്ത്യാനികളെ അങ്ങനെ ആകർഷിക്കേണ്ടതും ആകർഷിച്ചാൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത ഇല്ലെന്നുമാണ് ഇവർ പറയുന്നത്. ഇനി തങ്ങളുടെ സമുദായത്തിൽ നിന്ന് BJPക്ക് വോട്ടുകൾ ലഭിക്കണമെങ്കിൽ അവർ എവറസ്റ്റ് ഒരു 4 തവണ കയറി ഇറങ്ങണമെന്നാണ് അത്രേ ഒരു കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞത്. ഇതെല്ലാം ചെന്ന് തറയ്ക്കുന്നത് PC ജോർജിൻ്റെയും മകൻ്റെയും നെഞ്ചിലാണ്. കാരണം മകനെ പൂഞ്ഞാറ്റിൽ നിർത്തി MLA ആക്കാനുള്ള നീക്കവുമായി PC ജോർജ് മുന്നോട്ട് പോവുകയായിരുന്നു. BJP അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷോൺ ജോർജിനെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയത്. തിരുവല്ലയിൽ നിന്ന് അനൂപ് ആന്റണി എന്നുള്ള മറ്റൊരു ക്രൈസ്തവ നേതാവും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവർ രണ്ടുപേർക്കും വലിയ ഒരു ഇരുട്ടാണ് ഭാവിക്ക് മേൽ ആഗതമായിരിക്കുന്നത്. കാരണം ക്രൈസ്തവ സഭകൾ ഇനി BJPയുടെ ഒരു ക്രൈസ്തവ നേതാവിനും വോട്ട് നൽകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി പൂഞ്ഞാറ്റിലെ ഷോൺ ജോർജിൻ്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ കരിനിഴൽ വീഴുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. താൻ അവിടെ ജയിക്കുമോ എന്നുള്ള ഭയം ഇപ്പോൾ ഷോൺ ജോർജിനുമുണ്ട്, പിതാവായ PC ജോർജിനുമുണ്ട്. ഏതായാലും ഇതൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ, ഇവരെയൊക്കെ ഒന്ന് അടുത്ത് നിർത്തി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കടുത്ത ശ്രമമാണ് സംസ്ഥാന BJP നേതൃത്വം PC ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തുന്നതെങ്കിലും ഇതുവരെ സഭാ അധികൃതർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്.